റളു അവർ തൃപ്തിപ്പെടുന്നില്ലതായി ഞാൻ കാണുന്നില്ല, അവർ സംതൃപ്തരായതായി ഞാൻ കാണുന്നില്ല. ഫിൽ ഐഷി ജീവിതത്തിൽ ബിദ്ദൂനി ജീവിതത്തിൽ കുറഞ്ഞതുകൊണ്ട് അവർ തൃപ്തിപ്പെടുകയില്ല. എന്താ കാരണം? അവർക്ക് ചെറിയ കട തുടങ്ങിയാൽ അത് സൂപ്പർ മാർക്കറ്റാക്കണമെന്നുണ്ട്. സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയാൽ പിന്നെ അത് ഉയർത്തിക്കൊണ്ട് ഏറ്റവും വലിയ ഒരു കെട്ടിടമാക്കണമെന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഹോൾസെയിൽ ബിസിനസ് ആക്കണമെന്നുണ്ട്. അങ്ങനെ ജീവിതത്തിൽ മുന്നോട്ട് കുതിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഉള്ളത് പോരാ, ഇനിയും വർദ്ധിക്കണം. 10 ലക്ഷത്തിന്റെ ആസ്തിയുള്ള ആള് 15 ലക്ഷത്തിന്റെ ഒരു ബിസിനസ് പുതിയ തുടങ്ങും. എന്നിട്ട് ബാങ്കിൽ നിന്ന് കടമെടുത്തിട്ട് അവൻ കടക്കാരനാവും. 1 കോടിയുടെ ആസ്തിയിൽ അവൻ 1.5 കോടിയുടെ ബിസിനസ് വേറെ തുടങ്ങും. ഏത് ബിസിനസ്സുകാരും നോക്കും, അവർക്ക് എപ്പോഴും ബാങ്ക് ബാധ്യത ഉണ്ടാവും. ഏത് ബിസിനസ്സുകാർക്കും നോക്കും, ഒരുപാട് പണം ഫീൽഡിലുണ്ടാവും. ഉള്ളതൊന്ന് ഭംഗിയായി നടത്തുക എന്നല്ല, ഒന്നുകൂടി വെട്ടിപ്പിടിക്കുക എന്നുള്ള അവർക്ക് ആഗ്രഹം. അത് വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്, വേണ്ടെന്നല്ല. പക്ഷെ അത് ഏറ്റവും കൂടുതൽ വേണ്ടത് മതപരമായ വിഷയത്തിലാണ്. എന്നാൽ ഈ ആഗ്രഹം വെച്ച് പുറത്തുന്ന ഏതെങ്കിലും ഒരു മനുഷ്യൻ, ഞാനിതാ വിത്തറ് 1 റക്കയത്തെ നിസ്കരിക്കുള്ളൂ, ഇനി മുതൽ 3 നിസ്കരിക്കും, അല്ലെ ഇനി മുതൽ 5 നിസ്കരിക്കും എന്ന് വർദ്ധിപ്പിക്കാൻ നോക്കുന്നുണ്ടോ? ഇല്ല, അത് നോക്കൂല. മതപരമായ വിഷയത്തിൽ വർധനവ് ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഫർളൊക്കെ ചെയ്യുന്നല്ലോ, അതിന് കുഴപ്പമൊന്നുമില്ല. അപ്പൊ അവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്നതാണ്. അപ്പൊ തഖ്വയുള്ളൊരു മനുഷ്യന്റെ മനസ്സിൽ നിന്ന് എപ്പോഴും ഉയരേണ്ട വികാരം ഞാൻ പറയുന്നത്. ഈ തഖ്വ എന്നിങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. വെള്ളിയാഴ്ച വിളിച്ചു പറയുന്നത് എന്താ സംഗതി അറിയില്ല. ഇതൊക്കെ തന്നെയാണ് വെള്ളിയാഴ്ച വിളിച്ചു പറയണത്. ഖതീബ് മിമ്പർ കയറി ഓതുമല്ലോ, യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് പറഞ്ഞിട്ട്, ഖൂലൂ ഖൗലൻ സദീദൻ യുസ്ലിഹു ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അളീമാ. ഈ ആയത്ത് ഓതാത്ത ഏതെങ്കിലും ഖുത്ബ കേട്ടിട്ടുണ്ടോ? എന്താ കാരണം? ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്, അക്തറു മാ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലൽ മിമ്പരി യഖൂൽ. മുത്തുനബി തങ്ങൾ മിമ്പറിൽ കയറിയാൽ ഏറ്റവും കൂടുതൽ പറഞ്ഞിരുന്ന വാക്കെന്താണ്? ഇത്തഖുല്ലാഹ വഖൂലൂ ഖൗലൻ സദീദാ. നബി തങ്ങൾ മിമ്പറിൽ കയറിയാൽ ഏറ്റവും കൂടുതൽ പറഞ്ഞിരുന്ന വാക്കതാ, ഖൂലൂ ഖൗലൻ സദീദാ. അല്ലാഹുവിനെ ഭയപ്പെടുക, നല്ല വാക്ക് പറയാ, നീതിപൂർവമുള്ള വാക്ക് പറയുക. നീതിപൂർവമുള്ള വാക്കേ പറയാവൂ. നിസ്കരിക്കുന്നവൻ, നോമ്പൊലിക്കുന്നവൻ വായിന്ന് വരുമ്പോൾ നീതിയെ വരാൻ പാടുള്ളൂ. നേരെ മറിച്ച് വലിയ നിസ്കാരക്കാരാണെങ്കിലും എന്തെങ്കിലും സാമ്പത്തിക വിഷയം വരുമ്പോൾ ചിലപ്പോൾ കളവ് പറഞ്ഞു എന്ന് വരും. അവനെ ബാധിക്കുന്ന എന്തെങ്കിലും വിഷയം വരുമ്പോൾ കളവ് പറഞ്ഞു എന്ന് വരും. അല്ലെങ്കിൽ മറ്റേ തന്റെ കുറ്റം ഈബത്ത് പറഞ്ഞു എന്ന് വരും. അവിടെ സിദ്ക്കും അതിലും സവാബും ഒന്നും ഉണ്ടാവില്ല. സദീദായ കൗല് എന്ന് പറഞ്ഞാൽ സിദ്ക്ക്, സവാബ്, അതില്, അതാണ് വേണ്ടത്. എല്ലാം അങ്ങനെ തന്നെ, എല്ലാ വിഷയത്തിലും അങ്ങനെ തന്നെ വേണ്ടത്. നമ്മളിപ്പോ സ്വത്ത് ഭാഗിച്ചു കൊടുക്കണം, അപ്പോൾ നീതി പുലർത്തണം എല്ലാവർക്കും. അവിടെ തെറ്റ് കാണിച്ചാൽ അതിലല്ല. അപ്പൊ ഓരോ കാര്യത്തിലും നീതി ഉണ്ടോ തഖ്വ ഉണ്ടോ അതാണ് നോക്കുന്നത്. അപ്പൊ അത് കൃത്യമായി അള്ളാഹുവിന്റെ പരിശുദ്ധതയും പറയാൻ. ഇവിടെ ഒക്കെ ഇതിന്റെ വില്ലൻ ആരാന്നറിയോ? സമ്പത്താണ്. വില്ലൻ സമ്പത്താണ്. എത്ര വലിയ മുത്തക്കിയായ മനുഷ്യനാണെങ്കിലും, എത്ര പടച്ചറപ്പിനെ പേടിയുള്ള മനുഷ്യനാണെങ്കിലും ശരി, പണത്തിന്റെ വിഷയം വരുമ്പോൾ ചില ആളുകളുടെ സ്വഭാവം ശരിക്കും പുറത്തിയാണ്. നമ്മുടെ കൂട്ടത്തിലൊക്കെ അങ്ങനെ ഉണ്ടാവും. സാമ്പത്തികമായി ഇടപാട് നടക്കുമ്പോഴാണ് വിവരം അറിയാൻ. വലിയ മുത്തക്കിയായിരിക്കും, വലിയ നിസ്കാരക്കാരനായിരിക്കും, വലിയ ദിക്റും സ്വലാത്തും നേർച്ചയൊക്കെ നടത്തുന്ന ആളായിരിക്കും. പക്ഷെ സാമ്പത്തികമായി ഇടപെടുമ്പോൾ കാണാൻ ശരിയായ സ്വഭാവമാണ് പുറത്തു വരും. അതാണ് അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിയോഗിക്കപ്പെട്ട സമയത്ത്, അഥവാ നബി തങ്ങൾക്ക് നുബുവത്ത് കിട്ടിയ സമയത്ത്, ഇബ്ലീസ് തന്റെ ഗാങ്ങിനെയൊക്കെ വിളിച്ചുകൂട്ടി. കാരണം വലിയൊരു ഭീഷണിയാണ്, വലിയൊരു പ്രവാചകൻ വരാൻ പോവാണ്. ബിംബാരാധനക്കെതിരെ ജനസമൂഹത്തെ ബോധവൽക്കരിക്കുന്ന ഏകദൈവ വിശ്വാസത്തിന്റെ കൃത്യമായ പ്രബോധന നേതൃത്വമുള്ള ഒരു മഹാൻ വരികയാണ്. ജനങ്ങളെ മുഴുവൻ ബിംബാരാധനയിലേക്ക് ക്ഷണിക്കുന്ന പണിയാണ് ഇബ്ലീസിന്. വഴിതെറ്റിക്കുന്ന പണി, തൗഹീദിൽ നിന്ന് തെറ്റിക്കുന്ന പണിയാണ്. അപ്പൊ ഈ ഏകദൈവ വിശ്വാസത്തെ അരക്കിട്ടുറപ്പിക്കുന്ന ഒരു പ്രവാചകൻ വരുമ്പോൾ അതൊരു ഭീഷണിയാണ്. ചരിത്ര പുസ്തകത്തിൽ മനോഹരമായിട്ട് കാണാം, ഹദീസിന്റെ കിതാബുകളിൽ കാണാം, ഇബ്ലീസ് തന്റെ ടീമിനൊക്കെ വിളിച്ചിട്ട് അവർക്ക് ഉത്ബോധനം കൊടുത്തു. ലോകത്ത് ബിംബാരാധന അവസാനിച്ചാലും നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല. ലോകത്ത് ബിംബാരാധന പാടെ എടുത്ത് നീക്കി, പ്രവാചകൻ വന്ന് ബിംബാരാധന പറ്റെടുത്ത് നീക്കിന്നിരിക്കുക, എന്നാലും നിങ്ങൾ പേടിക്കണ്ട. നമുക്ക് രക്ഷപ്പെടാൻ 3 വഴികളുണ്ട്. 3 കാര്യങ്ങൾ ഉള്ള കാലത്തോളം നമുക്ക് പേടിക്കാനില്ല. ഇബ്ലീസ് പറഞ്ഞതാണ്.
മൂന്ന് കാര്യങ്ങൾ ലോകത്ത് നിലനിൽക്കും. അത് നിലനിൽക്കുമ്പോൾ നമുക്കൊരു പേടിയില്ല. മനുഷ്യനെ പഴപ്പിക്കാൻ അത് മാത്രം മതി. ആ മൂന്ന് കാര്യങ്ങൾ മാത്രം മതി. ഇബ്ലീസ് തന്റെ സൈന്യത്തിന് പറഞ്ഞു കൊടുത്തത്. ഹദീസിലുണ്ട് ഈ സംഭവം. ഏതാണ് ആ മൂന്ന് കാര്യം? ഈ മൂന്ന് കാര്യങ്ങൾ എല്ലാ തിന്മകളുടെയും അടിത്തറയായിരിക്കും. വശർറു കുല്ലുഹു ലിഹാദാ തബഉൻ. ബാക്കിയുള്ള എല്ലാ തിന്മകളും ഇതിനെ തുടർന്നുണ്ടാകുന്നതാണ്. ഏതാണ് ആ മൂന്ന് കാര്യം? നമ്മളൊക്കെ അനുഭവിക്കുന്ന കാര്യം തന്നെ. ഇബ്ലീസ് പറഞ്ഞു കൊടുത്തതാണ്. ഹദീസിന്റെ കിതാബിലുള്ളതാണ്. അഖ്ദുൽ മാലി മിൻ ഗൈരി ഹഖ്ഖിഹി. ഒന്നാമത്തേത് അഖ്ദുൽ മാലി മിൻ ഗൈരി ഹഖ്ഖിഹി, അനധികൃതമായി പണം സമ്പാദിക്കുക. ഒറ്റ വാക്ക് പറഞ്ഞാൽ മതിയല്ലോ. ഹക്കല്ലാത്ത മുതൽ കയ്യിൽ വെക്കുക. ഹക്കല്ലാത്ത മുതൽ കയ്യിൽ വെച്ചാലുള്ള പ്രശ്നം എന്താണെന്നറിയോ? അതുകൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. അതാണ് രക്തമായി മാറുന്നത്. ആ രക്തമാണ് ഹൃദയത്തിലേക്ക് ഒഴുകുന്നത്. ആ രക്തമാണ് ഹൃദയം പമ്പ് ചെയ്ത് ശരീരത്തിലേക്കൊക്കെ എത്തിക്കുന്നത്. ആ ഹറാമായ ഭക്ഷണം കഴിച്ച മനുഷ്യന്റെ ഹറാമിന്റെ രക്തം ഓടുന്ന കാലത്തോളം അയാളുടെ മനസ്സ് നന്മയിലേക്ക് തിരിയില്ല. അയാളുടെ ബീജത്തിൽ ജനിക്കുന്ന കുട്ടി, ഭാര്യയുടെ ഗർഭപാത്രത്തിലൂടെ ജനിച്ചു വരുന്ന കുട്ടി ഈ ഹറാമിന്റെ കുട്ടിയാ. ആ കുട്ടി വളർന്നതും ഈ ഭാര്യയ്ക്ക് ഇയാൾ ഭക്ഷണം കൊടുത്തതും ഹറാമിന്റെ പൈസയാണ്. കൂട്ടരെ നഞ്ഞ് നാനാഴി വേണ്ട. ഒരു കുടത്തിലെ വെള്ളത്തിലേക്ക് ഒരു തുള്ളി വിഷം മതി. നമ്മുടെ നല്ല ജീവിതത്തിലേക്ക് ഒരു ഹറാമിന്റെ പൈസ വന്നാൽ മതി. കഴിഞ്ഞ വിഷയം. നമ്മളത് ചിന്തിക്കുന്നില്ല. നമുക്ക് അർഹതപ്പെടാത്തൊരു നയാ പൈസ കയ്യിൽ വെച്ച് അതുകൊണ്ട് ഭക്ഷണം കഴിച്ചാൽ നിസ്കാരം പോലും ശരിയാവൂല എന്നല്ലേ? മത്അമുഹു ഹറാം വ മൽബസുഹു ഹറാം വഖദ് ഉദിയ ബിൽ ഹറാം എന്നല്ലേ ഹദീസ് പറഞ്ഞത്? നമ്മൾ വാങ്ങുന്ന വസ്ത്രം ആ പൈസ ഉണ്ടല്ലേ? നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ആ പൈസ ഉണ്ടല്ലേ? രണ്ടു ഹറാമായില്ലേ? ഉടുത്ത വസ്ത്രം ഹറാമിൽ, അകത്ത് പോയ ഭക്ഷണം ഹറാമിൽ, ഓടുന്ന രക്തം ഹറാമിൽ. ആ ശരീരം വഖദ് ഉദിയ ബിൽ ഹറാം, അവൻ ഹറാമിൽ ഊട്ടപ്പെട്ടു, ഹറാമിൽ നിമഗ്നനായി. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ പ്രാർത്ഥന പടച്ചറപ്പ് സ്വീകരിക്കൂല. ഇബ്ലീസ് ജയിക്കാൻ വേറെ എന്തെങ്കിലും ആണോ? നമ്മളെ കൊണ്ട് എപ്പോഴും അന്യായമായ പൈസ എങ്ങനെയെങ്കിലും നമ്മളെ കൊണ്ട് എടുപ്പിക്കും ഇബ്ലീസ്. ഏറ്റവും ചുരുങ്ങിയത് സക്കാത്ത് കൊടുക്കൂല. അതാണ് രണ്ടാമത് പറഞ്ഞത്. വഇംസാഖുഹു മിൻ ഹഖ്ഖിഹി, ഹക്കിൽ ചെലവാക്കേണ്ട പൈസ പിടിച്ചു വെക്കുക. സക്കാത്ത് കൊടുക്കേണ്ടത് ഹക്കാണ്, പിടിച്ചു വെക്കും, കൊടുക്കൂല. എല്ലാവരും ശ്രദ്ധിച്ചോ, കൃത്യമായി സക്കാത്ത് കൊടുക്കാതെ വെറുതെ നോമ്പൂരുടെ ഒരു കാര്യമല്ല, ഒരു പ്രയോജനമില്ല. സക്കാത്ത് കറക്റ്റ് കൊടുക്കാതെ, കണക്ക് കൂട്ടി കൃത്യമായി സക്കാത്താണ് കൊടുക്കാതെ ഒരു കച്ചവടക്കാരനും ഒരു സാധാരണക്കാരനും ഒരു ഗൾഫുകാരനും ആരാണെങ്കിലും എത്ര നോമ്പ് നോറ്റിട്ട് കാര്യമില്ല. നമ്മുടെ സമൂഹത്തിൽ പലരും കൃത്യമായി സക്കാത്ത് കൊടുക്കണില്ല. ഒരു വസ്തുതയാണ്, കൃത്യമായി സക്കാത്ത് കൊടുക്കുന്നില്ല പലരും. സക്കാത്തിന്റെ നിസാബും കണക്കും പഠിച്ചിട്ട് കൃത്യമായി കണക്കൂട്ടിയിട്ട് സക്കാത്താണ് കൊടുക്കണം. അതുപോലെ തന്നെ പള്ളിക്കോ മദ്രസക്കോ വല്ല സംഭാവന ചോദിച്ചാൽ കൊടുക്കണം. കൊടുത്ത് പിടിച്ചു വെച്ചാൽ ആ പൈസ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതിന്റെ കുറവ് നിങ്ങൾക്ക് കാണും. ഉറപ്പാണത്. ഇബ്ലീസ് ജയിക്കണം. ഈ സക്കാത്തിന് കൊടുക്കാൻ വരുമ്പോൾ നമ്മളിങ്ങനെ പിടിക്കണം. ഒരു പാവപ്പെട്ടവൻ വീട്ടിന്റെ മുമ്പിൽ വരുമ്പോൾ വല്ലതും കൊടുക്കാൻ മടിക്കണം. കയ്യിലുണ്ട് പൈസ, പക്ഷെ കൊടുക്കണില്ല. എല്ലാം വാരിക്കോരി കൊടുക്കണം എന്നല്ലേ പറഞ്ഞതിന്റെ അർത്ഥം. അതുപോലെ തന്നെ മറ്റൊന്നോ, വഇൻഫാഖുഹു ഫീ ഗൈരി ഹഖ്ഖിഹി, മൂന്നാമത്തത് അനാവശ്യത്തിന് ചെലവാക്കുക. എന്റെ പൈസയാണ്, ഞാൻ ഉണ്ടാക്കിയതാണ് എന്ന് കരുതി എന്റെ ഇഷ്ടം പ്രവർത്തിക്കാനൊന്നും പറ്റൂല. ഞാൻ അധ്വാനിച്ച പൈസയാണ്, എന്റേതാണ്, ഒക്കെ ശരി. അല്ലെങ്കിൽ എന്റെ ഭൂമി വിറ്റ് കിട്ടിയത്, അത് അനാവശ്യമായിട്ട് ചെലവാക്കാൻ പറ്റൂല. പണം മൂല്യമുള്ള വസ്തുവാണ്. ഒരു നയാ പൈസ പോലും അന്യായമായി ചെലവാക്കാൻ പറ്റൂല. ആവശ്യമില്ലാത്തൊരു കാര്യത്തിന് വേണ്ടി നമ്മൾ പണം ചെലവഴിച്ചാൽ പടച്ച റബ്ബിനോട് കണക്കാണ് പറയേണ്ടി വരും. നാളെ പരലോകത്ത് വരച്ചു നിർത്തിയിട്ടേ നിന്റെ ആയുസ്സിനെ കുറിച്ചും നിന്റെ അറിവിനെ കുറിച്ചും ഒക്കെ ചോദിക്കുമ്പോൾ ഓരോ ചോദ്യം ചോദിക്കുള്ളൂ. പക്ഷെ സമ്പത്തിനെ കുറിച്ച് 2 ചോദ്യം ചോദിക്കും. മിൻ ഐനക തസബ വഫീമ അൻഫഖ. അത് സമ്പത്തിന് മാത്രമേ ഉള്ളൂ ആ ചോദ്യം. നിന്റെ ആയുസ് എന്തിനു വിനിയോഗിച്ചു എന്നേ ചോദിക്കുള്ളൂ. നിന്റെ അറിവ് എന്തിനു വിനിയോഗിച്ചു എന്നേ ചോദിക്കുള്ളൂ. നേരെ മറിച്ച് സമ്പത്ത് അങ്ങനല്ല. എവിടുന്ന് കിട്ടി, എങ്ങോട്ട് ചെലവാക്കി, വരവും ചെലവും പടച്ച റബ്ബിനെ ബോധിപ്പിക്കേണ്ടി വരും. വളരെ ശ്രദ്ധിച്ച ഒരു നയാ പൈസ അന്യായമായി കയ്യിൽ വരാൻ പാടില്ല. കുട്ടികളൊക്കെ അത് പഠിപ്പിക്കണം. നമ്മളെ മക്കളെയും പഠിപ്പിക്കണം, നമ്മുടെ തലമുറയെ പഠിപ്പിക്കണം. വീട്ടിലേക്ക് ഹറാമിന്റെ പണം കയറി വരാൻ പാടില്ല. ജോലി ചെയ്യുകയാണെങ്കിൽ കൃത്യമായി ജോലി ചെയ്ത പൈസ വാങ്ങാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ അത് അപകടമാണ്.
ഉള്ളതുപോലെ ഒരു വഞ്ചനയും അതിൽ ചെയ്യാൻ പാടില്ല.